എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് Realme C21 എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിവ്യൂ ആണ്. 3GB റാമും അതുപോലെ തന്നെ 32GB മെമ്മറിയാണ് വരുന്നത്. ഇതിൻ്റെ വില 7999 രൂപയാണ്. ബോക്സിൽ ഫോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജർ വരുന്നുണ്ട്. ചാർജർ ആണെന്നുണ്ടെങ്കിൽ 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ല. ഫോണിൽ വരുന്ന 5000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ 10 വാട്ട്സിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 3 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. ചാർജിങ്ങിനും അതുപോലെ തന്നെ ഡാറ്റാ സിങ്കിങ്ങിനുമായിട്ട് സാധാരണ USB കേബിളാണ് വരുന്നത്, USB Type C കേബിളല്ല. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്, HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ അല്ല. പക്ഷേ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് വരുന്നത്. വ്യൂവിംഗ് ആംഗിൾസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഔട്ട് സൈഡിലാണ്, എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടല്ലോ, ബാക്ക് സൈഡൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോണാണ്, നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം. നല്ല സോളിഡ് ആയിട്ടുള്ള ഫോണാണ്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും ഗ്ലോസി ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യില്ല. ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കുറച്ചൊരു താഴത്തായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ആയതിനെ. ഫോണിൽ 3GB റാമും അതുപോലെ തന്നെ 32GB മെമ്മറിയാണ് വരുന്നത്. 32GBയിൽ ഏകദേശം 20GB അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 ഫോൺ വരുന്നത്. അത് വേണമെങ്കിൽ ഫോണിൻ്റെ ഒരു നെഗറ്റീവ് ആണെന്ന് പറയാം. ഇപ്പോൾ എല്ലാ ഫോണും നമുക്ക് ആൻഡ്രോയിഡ് 11 വരുന്നത്. ഇനിയൊരു അപ്ഡേഷനൊക്കെ ഈ ഫോണിൽ കിട്ടാനൊക്കെ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G35 എന്നൊരു പ്രോസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസറാണെന്ന് പറയാം. ഡേ ടു ഡേ യൂസേജിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്, നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഗെയിമൊക്കെ കളിക്കുകയും ചെയ്യാം. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടല്ലോ അത്ര ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നുമില്ല, എന്നാലും നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. ഫോണിൽ റിയൽമിയുടെ UA ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ചില ആപ്ലിക്കേഷനൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മെമ്മറി ഒന്നും പോകുന്നിടത്ത് പേടിക്കേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് 3 ക്യാമറകളാണ് വരുന്നത്. 13 MP മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടല്ലോ 5 MP സെൽഫി ക്യാമറ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറ്റമായിട്ടൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടല്ലോ 5 MP സെൽഫി ക്യാമറ വരുന്നത്. സെൽഫി നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫിയാണ് കിട്ടുന്നത്. സെൽഫി ക്യാമറ അത്യാവശ്യം നല്ലതാണെന്ന് തന്നെ പറയാം. സെൽഫിയിൽ നമുക്ക് കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് കിട്ടുന്ന ഫോട്ടോസൊക്കെ വളരെ മികച്ചതാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലറായിട്ടുണ്ട്. ഫോട്ടോസിൻ്റെ കാര്യം പറയുമ്പോൾ ഫോട്ടോസൊക്കെ കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. രണ്ട് സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിലാണെന്നുണ്ടെങ്കിൽ 32GB ആണ് മെമ്മറി വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിനകത്ത് ബാറ്ററി ലൈഫാണ്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 തൊട്ട് 7 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഒരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ 1 ദിവസം മുതൽ 1.5 ദിവസം വരെ ഈസി ആയിട്ടും കിട്ടും. അതുപോലെ തന്നെ ഒരു നോർമൽ യൂസറാണ്, സാധാരണ യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 2 ദിവസം വരെ ഈസി ആയിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ക്യാമറ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്യാമറയാണ്. കുറച്ച് കളറും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇത്രയ്ക്കും നല്ലൊരു ക്യാമറ പ്രതീക്ഷിച്ചില്ല. ക്യാമറ ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവാണ്. ഫോണിൻ്റെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഇതിനകത്ത് സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ സൗണ്ടിന് ക്വാളിറ്റി ഇല്ലെന്ന് മാത്രമല്ല, സൗണ്ടും തീരെ കുറവാണ്. ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് തീരെ കുറവാണ്, ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു മോഡലാണ്. വേറൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്യാമറയാണ്, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, നോർമലായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഗെയിം കളിക്കാനൊക്കെ ഉദ്ദേശിച്ചൊരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ട. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ യൂസും കാര്യങ്ങളും ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനും നല്ലൊരു ഫോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.